ഇന്ത്യയിലെ മുഗൾ കാലഘട്ടത്തെ വിമർശിച്ച് NCERT-യുടെ പുതിയ 8ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകം. ബാബർ നഗരങ്ങളിലെ മുഴുവൻ ജനങ്ങളെയും കൂട്ടക്കൊല ചെയ്ത ക്രൂരനായ ജേതാവെന്ന വിശേഷണം, ചരിത്രത്തിലെ ചില ഇരുണ്ട കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള കുറിപ്പ് എന്ന വിശേഷണത്തോടെയാണ് മുഗൾ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഭാഗം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഈ രീതിയിൽ പലപ്പോഴും പാഠപുസ്തകങ്ങളും കുട്ടികളെ പഠിപ്പിക്കുന്ന വിഷയത്തിലുമൊക്കെ പല വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഏതെങ്കിലും കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ടോ? ക്രിസ്റ്റീന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല കാലങ്ങളിൽ ഈ സിലബസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങൾ വിവാദമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ മുഗൾ രാജാക്കന്മാരുടെ സംഭാവനകൾ ഒഴിവാക്കിയതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ഈ മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ചുള്ള പരാമർശമാണ് വിവാദമായിരിക്കുന്നത്. ചരിത്രത്തിലെ ചില ഇരുണ്ട കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള കുറിപ്പ് എന്ന ഒരു ഭാഗമായാണ് ഈ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തെ അല്ലെങ്കിൽ അവർക്ക് നൽകിയിരിക്കുന്ന വിശേഷണം തന്നെ അതീവ വിമർശനാത്മകമായ വിശേഷണങ്ങളാണ്. ബാബറിനെ നഗരത്തിലെ മുഴുവൻ ജനങ്ങളെയും കൂട്ടക്കൊല ചെയ്ത ക്രൂരനായ ജേതാവ് എന്ന വിശേഷണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അക്ബറിൻ്റെ കാലഘട്ടം എന്നുള്ളത് ക്രൂരതയുടെയും സഹിഷ്ണുതയുടെയും മിശ്രിതമായ ഒരു കാലഘട്ടമാണ് എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഔറംഗസീബ് ആകട്ടെ ഏറ്റവും വലിയ മതവെറിയനായ മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങൾ തകർത്ത ഒരു ഭരണാധികാരി എന്ന തരത്തിലുള്ള വിശേഷണമാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ 7ാം ക്ലാസ് പാഠപുസ്തകത്തിൽ തന്നെ ഈ മുഗൾ ഭരണകാലത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ പുതുക്കിയ പാഠപുസ്തകത്തിൽ പുതുക്കിയ സിലബസ് അനുസരിച്ച് 7ാം ക്ലാസ്സിൽ നിന്നും ആ ഭാഗം ഒഴിവാക്കിയിരിക്കുന്നു. പകരം 8ാം ക്ലാസ്സിൻ്റെ സിലബസിൻ്റെ ഭാഗമായാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഭൂതകാല സംഭവങ്ങൾക്ക് ഇന്ന് ആരെയും ഉത്തരവാദികളാക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് കുറിപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ക്രിസ്റ്റീന, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി.